മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഹലോ ഗൈസ്, എൻഗേജ്മെന്റിന്റെ ഓട്ടത്തിലും തിരക്കിലും ഒക്കെ നല്ല രീതിക്ക് ബോഡിയിൽ ടാൻ ആയിട്ടുണ്ട്. ഓ കെട്ട് എനിക്ക് തന്നെ ഭ്രാന്തായി. ടാന് ഈ ടാന് കളഞ്ഞ് ഒരുത്തി മറ്റേ ഹോസ്പിറ്റലിൽ പോയി അവസാനം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. ആരെന്നറിയാമോ? മൈ ബൈ കല്യാണി. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്നു പോയി കാണുക. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. അതായത് ഈ കണ്ടതും കടിയതും എല്ലാം കൂടി കൂട്ടിയിട്ട് വാരിയിട്ട് തേച്ച് അവസാനം മൂഞ്ചി ഈ എന്തോ സ്റ്റെറോയിഡിന്റെ എന്തോ വിഷയമൊക്കെ വന്ന അവസാനം സ്കിൻ എന്തോ വിഷയമായി. പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയ ഹോസ്പിറ്റലിൽ കൊളാബറേഷൻ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കച്ചറ പരിപാടി. കൊളാബ് വരുവോ നാണമില്ലേ? ഇങ്ങോട്ട് വരുന്നത് ഓക്കെ, അങ്ങോട്ട് കയറിയിട്ട് കൊളാബ് വരുവോ. പിന്നെ കാശ് ലാഭിക്കാനുള്ള പരിപാടി ചെയ്താണ്. എങ്കിലും കുറച്ചൊക്കെ മനുഷ്യന് ഇത് വേണ്ടേ? ഇത് നമ്മൾ ഒരിടോ ഒന്നും 5 പൈസ കൊടുക്കത്തില്ല, നമ്മളെല്ലാം കൊളാബേ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നടന്ന മോശമല്ലേ മൈ ബൈ കല്യാണി? അപ്പൊ മൈ ബൈ കല്യാണിയൊക്കെ ഇപ്പോ പറക്കുക ഏറി കിടന്ന്. കാരണം കണ്ടതും കടിയതും നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കി സകലമാന സാധനങ്ങളും വാങ്ങിച്ച് മോന്തകളിൽ തേച്ച് വീർപ്പിച്ചോണ്ട് ഇറങ്ങും. അവസാനം മൂഞ്ചുമ്പോ ആരും അറിയാണ്ട് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും. എന്നിട്ട് ഞാൻ പോയത് ഞാൻ മറ്റേ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റേ പെഡിക്യൂർ ട്രീറ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ കുറെ പേരും പറയും. ആർക്കും മനസ്സിലാകാത്ത. എന്തായാലും അവിടുത്തെ ഹോസ്പിറ്റലിൽ വിളിച്ച സമയത്ത് ഇങ്ങനെ എന്തോ വരുത്തയച്ച് എന്തോ പണി കിട്ടി അങ്ങനെ വന്നതാണ്. 8 മാസത്തോളം ട്രീറ്റ്മെന്റിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, ഒരു വായിക്ക് കൊള്ളാത്തത്. കുറെ എന്തെങ്കിലും കണ്ടതും കഴിയത് അവൾക്കുമാർക്ക് പണം കിട്ടുമ്പോൾ വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. ഇതും കണ്ട് വാരി തേച്ചോണ്ട് വാഞ്ചി തേച്ചോണ്ട് ഒക്കെ മൂഞ്ചി തിരിയുന്ന കുറെ നാട്ടുകാരായ വിട്ടികൾ. ഒന്നും പറയാനില്ല, സമാധാനം. അപ്പൊ നമുക്ക് സോപ്പിലോട്ട് ഇറങ്ങാം. സോപ്പ് നമ്മൾ കുറച്ച് നാൾ മുന്നേ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ തേച്ചിന് ഇപ്പൊ തന്നെ 7 ദിവസത്തിൽ ടാൻ പോയി. എല്ലാവരും പറയും അപ്പൊ തന്നെ ടാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല, നമ്മൾ 7 ദിവസത്തിൽ ടാൻ പറയത്തുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, കണ്ടല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വെളിച്ചക്കുറവുണ്ടാ? നോക്കിക്കോ, കുറച്ച് വെളിച്ചം കൂടിയാ ഇത് ആവശ്യം വരും. ഞാൻ കുറച്ച് കഴിയുമ്പം പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഹെലനോസ് പാട്ട ധന്യ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ധന്യ ഇത് വളരെ മോശമായിപ്പോയി. ഇമാതിരി ചൊറ സാധനമൊക്കെ നീ പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനും? ഒന്നുമില്ലെങ്കിൽ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ. ഞാൻ വലിയ റിയാക്ഷൻ ഒന്നുമല്ല, നിങ്ങളൊക്കെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുള്ള ആൾക്കാർക്ക് ഉള്ളതല്ല. അപ്പൊ ആ ഒരു സമയത്ത് നീ ഇത് പ്രൊമോട്ട് ചെയ്ത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ റിവ്യൂ നീ ഒന്ന് ഗൂഗിളിൽ നോക്കി, മീൻസ് യൂട്യൂബിൽ തന്നെ നോക്കിയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് ജെന്യുവനായിട്ട് യൂസ് ചെയ്ത്, അതായത് വാങ്ങി സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്ത് റിവ്യൂ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ ഉണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതുപോലെ ഇരുന്ന് വായിക്കുന്ന ടീംസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജെന്യുവൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാം ഒരു മാറ്റമില്ല. കയ്യിൽ നിന്ന് കാശ് പോയത് മെച്ചം, അതിനേക്കാളും മറ്റേ ബാർ സോപ്പ് വാങ്ങിച്ച് തേച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഈ ബാർ സോപ്പിൽ കാരം കൂടുതലാണ്. തുണി കഴുകുന്ന സമയത്ത് നമ്മൾ കല്ലിൽ പതപ്പിച്ച് തുണി കഴുകുന്ന സമയത്ത് നമ്മുടെ കൈ കഴുകി തീരുമ്പോൾ എല്ലാവരും വളരെ വെളുത്തിരിക്കും. അതിൽ കാരം കൂടുതലായതുകൊണ്ടാണ് അല്ലേ? അതുപോലെ ഇതിലും കാരം എന്തെങ്കിലും കൂട്ടി വെച്ചിട്ട് തയ്ക്കും. അവസാനം ഉരച്ച് തൊലിയും പോയി അതിന്റെ മേളിലുള്ള സാധനം പോയി അവസാനം വല്ല സ്കിൻ ക്യാൻസറും വന്ന് ചാവും. ഉള്ള കാര്യം പറയാം. ആവശ്യമില്ലാത്ത വല്ല സോപ്പുകളും പുതിയത് കണ്ട് വാങ്ങിച്ച് തേച്ച് മൂഞ്ചരുത്. ഞാൻ ഇപ്പം സോപ്പ് മേടിക്കുമ്പം മണം കൊള്ളാം, പേര് പോലും നോക്കില്ല, മണം നോക്കിയാണ് ഞാൻ സോപ്പ് എടുത്തിട്ട്. അല്ലാതെ അതിനിപ്പോ മറ്റേ ടാൻ പോവോ മറ്റേ കിടുതാ പോവോ ഗീരവത്ത് പോവോന്നൊന്നും ഞാൻ നോക്കൂല. മണം കൊള്ളാം, നല്ല മണം, അത് എടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോരും. 10, 20, 30 രൂപ സോപ്പും വാങ്ങും. അല്ലാതെ 250 രൂപയുടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഹെലന്റെ പ്രൊമോഷനിലൊന്ന് തുടങ്ങാം. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ആണല്ലേ? 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ ആവശ്യമില്ലാതെ നമ്മൾ പെട്ടെന്ന് ഓരോന്ന് റിമൂവ് ആക്കി കളിക്കുന്നത് അവസാനം വലിയൊരു ആപത്തിൽ കൊണ്ടങ്ങ് നിർത്തും. ഉള്ള കാര്യം പറയാം, ഞാൻ നിങ്ങളടുത്ത് സ്നേഹത്തോടെ എൻ്റെ ഓഡിയൻസിൻ്റെ 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് സ്നേഹത്തോടെ പറയാം, എടേ സോപ്പ് തയ്ക്കുക, നമുക്ക് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് മണമൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ. അല്ലാതെ നാളെ നിങ്ങൾ വെളുക്കും, അടുത്ത ആഴ്ച നിങ്ങൾ വെളുക്കും, 1 മാസത്തിനകം നിങ്ങൾ വെളുക്കും, ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ച് തേക്കില്ലേ.
ജീവിതമേ കഥാകുതയാവും. എന്തിനാണ് ടാനൊക്കെ അങ്ങ് പോവും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ വല്ല സ്കിൻ ഡോക്ടറിനെ വല്ലതൊക്കെ പോയി കണ്ട് കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടി നിങ്ങളുടെ ബോഡിയുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയൊക്കെ തേക്ക്. അല്ലാണ്ട് ചുമ്മാ ആരെങ്കിലും വന്നിട്ട് 7 ദിവസത്തിൽ നിങ്ങൾക്ക് അമ്മച്ചിയുടെ മാവുങ്കല്ലോ എന്ന് പറയുമ്പോൾ അതും വാങ്ങിച്ച് തേച്ചും കൊണ്ട് ചിന്ത എന്തിനാ, ഒരു ആവശ്യവും ഇല്ല. സത്യം ഹെലനെ ഇത് വേണ്ടായിരുന്നു കേട്ടോ, ഞാനുള്ള കാര്യം പറയാം, സീരിയസ്ലി ഇത് വേണ്ടായിരുന്നു, ഇതിൻ്റെ ആവശ്യം നിനക്ക് ഇല്ലായിരുന്നു. ഇത് എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ ഗറും കിറും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് എന്തായാലും വളരെയധികം മോശമായിപ്പോയി. ഈ സോപ്പ് വാങ്ങി തേച്ചവരുടെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട്. അത് കണ്ടിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് അഭിപ്രായങ്ങൾ കൊടുക്കാം. ഞാൻ 4 എണ്ണം വാങ്ങി, ഒരു മാറ്റവും ഇല്ല. 3 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടും നോ റിസൾട്ട്. ഞാനും ഇത് ഉപയോഗിച്ചു, എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല. ഞാൻ പറയാൻ ഇരുന്നതാ നന്നായി. ഇത് വെറും ഉടായ്പ് സാധനമാണ്. ഞാൻ 6 എണ്ണത്തിന്റെ പാക്കറ്റ് വാങ്ങി 2 എണ്ണം ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും കണ്ടില്ല. ഞാനും ഈ സോപ്പ് മാജിക് പോലെ സോപ്പ് പെട്ടെന്ന് തീരുന്നുണ്ട്. അതെ, മാജിക്കാണ്, അത് ശരിയാണ്, മാജിക് പോലെ പെട്ടെന്ന് തീരും. ഞാൻ 1 വർഷം മുൻപ് ഉപയോഗിച്ചതാ. ഡ്രൈ ആകും കൈ. അലക്ക് സോപ്പ് ഇതിലും ഭേദമാണ്. എൻ്റെ വിലയുള്ള ആരോടും, എൻ്റെ അറിവിലുള്ള ആരോടും 200 രൂപയ്ക്ക് ഈ പൊട്ട സോപ്പ് വാങ്ങാൻ പറയില്ല. അയ്യോ ഇംഗ്ലീഷ്. Yes, I used the same on continuously for a month. I can't see any changes after using this. All those videos about this product are just for promotion. Guys, don't fall or fake promises. I used to do the sum on continuously. അത് വായിച്ചില്ലട, പിന്നെ എന്തിനിടെ വീണ്ടും നീ കയറി വന്നത്? ഉടായ്പാണ്, ആരും വാങ്ങരുത്. അടിപൊളിയാണ്, എല്ലാവരും മേടിക്കും, എന്നിട്ട് എന്നെ പോലെ തെറ്റി നടക്ക്. വെരി ഗുഡ്. ഫേക്ക് പ്രോഡക്റ്റ്, നോ റിസൾട്ട്. ഐ യൂസ് ഫോർ ദിസ് 3 months. റിസൾട്ടും ഇല്ല. പൈസയ്ക്ക് വേണ്ടി ഇവർ ഫേക്ക് പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യുന്നു. നമ്പർ 1 ഉടായ്പ്, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഉടായ്പാണ്. എന്തോ പൊന്നിടവൻ, നാട്ടുകാർക്ക് ഭയങ്കര അഭിപ്രായം ഗറിനെ പറ്റിയിട്ട്. ഗറ് വെച്ചിട്ട് പിറു പോലെ പോയ അവസ്ഥയായിപ്പോയി. ഭയങ്കര അഭിപ്രായം നാട്ടുകാർക്ക്, ഭയങ്കര കിടില അഭിപ്രായമാണ്. എന്തായാലും ഹെലൻ, നിന്റെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, വേണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ നീ ഒരിക്കൽ എന്തോ ഒരു ഗാംബ്ലിംഗ് പോലത്തെ സാധനം എന്തോ ഇടയ്ക്ക് അങ്ങനെ എന്തോ ഒരു സാധനം നീ പ്രൊമോട്ട് ചെയ്ത അവസാനം വന്ന് നീ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഹെലനെ ഇത് ഉടായ്പാണ്. ഇത് നാട്ടുകാർ ഒരുപാട് പേര് വാങ്ങി തേച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതായത് പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്ത ആൾക്കാർ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിനക്ക് ചെക്ക് ചെയ്തത്. ഞാൻ ഇഷ്ടംപോലെ പ്രൊമോഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ഈ മറ്റേ ബിയർഡ് ഓയിൽ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്ക് പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തുണിക്കട അടക്കം വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുണി ആരെങ്കിലും വാങ്ങിച്ചിട്ട് കീറിപ്പോയി എൻ്റെ നെഞ്ചത്ത് വരുമല്ലോ എന്ന് പറഞ്ഞ പോലുമാണ് ഞാൻ ചെയ്യാത്തത്. കാരണം നമ്മൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അത്രയും 100ക്ക് 110% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ നിങ്ങൾ ഇത് വാങ്ങിക്കോ അല്ലെങ്കിൽ ഇത് ചെയ്തോ, വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ പറയുക. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിട്ട് അവന്മാർ പറഞ്ഞ പോലത്തെ കഥ തള്ളി മറിച്ച് നമ്മൾ ഓഡിയൻസിനെ പറ്റിക്കാതിരിക്കുക എന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യുമ്പം ഇതിൽ നിന്ന് തന്നെ ഇൻകം കിട്ടും. പിന്നെ എന്തിനാണ് നമ്മുടെ വിശ്വസിച്ച് കാണുന്ന നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ പറ്റിക്കുന്നത്? അത് ശരിയല്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ട് സ്വന്തം ഓഡിയൻസിനെ പറ്റിക്കാതിരിക്കുക. നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ പറയുന്നത് ശരിയാണെന്നും അവർ മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് നമ്മളെയൊക്കെ അവർ വിശ്വസിച്ച് വന്നിരുന്ന ഓരോന്ന് കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നതും. അപ്പം നമ്മൾ തിരിച്ചവർക്ക് വാരിക്കോരി ഒന്നും കൊടുക്കണ്ട, പക്ഷെ പറ്റിക്കാതിരിക്കുക. ഇങ്ങനെ ഓരോ ഫേക്ക് പ്രൊമോഷൻ നമ്മൾ പൈസയും വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്ത് നമ്മൾ അവരെ പറ്റിക്കാതെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അത് മാത്രം നമ്മളെ ഓഡിയൻസിന് കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കണ്ട. അത്രയും കൊടുക്കാൻ പറ്റിയാൽ മതി. എനിക്ക് നല്ല പൈസ കിട്ടുമായിരുന്നു. നല്ല ഈ ഗാംബ്ലിംഗ് ഒക്കെ അതും ഇതും എല്ലാം വന്നിട്ടുണ്ട്. ഈ മറ്റേ പഴയ ബെറ്റിങ്ങും കോപ്പുകളും ഒക്കെ അതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും നമ്മുടെ ഓഡിയൻസിനെ പറ്റിച്ചുകൊണ്ട് 5 പൈസ നമുക്ക് വേണ്ട. കാരണം അവർ വീഡിയോ കാണുന്നു, അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ട്, അത് മതി. അതിൻ്റെ അപ്പുറം അവരെ പറ്റിച്ചുകൊണ്ട് 10 പൈസ നേടേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഹെലൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെയാണ്. ഞാൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയണില്ല, നമ്മൾ പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ പേരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഉടായ്പകളെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഉടായ്പകളെ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടുതൽ ഉപദേശമായിട്ട് എനിക്ക് തരാനില്ല, എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ഞാൻ ഗൈസിന്റെ വീഡിയോ കണ്ടു. ഈ ഗൈസിന്റെ വീഡിയോ എനിക്ക് പലരും അയച്ചു തന്നിട്ട് അതിലെ ഹെലനെതിരെ ചെയ്യൂലേ, ഹെലൻ ആയതുകൊണ്ടാണോ നീ ചെയ്യാത്ത? ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ലായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നുമില്ല. സ്വന്തം കൂട്ടുകാരായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. അതായിരിക്കണം ക്വാളിറ്റി.
അതിപ്പോ ഇങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി. ഇതെന്താ ഹെലൻ ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ആലോചിച്ചു പോയത്. പ്രത്യേകിച്ച് എല്ലാവരും വലിച്ചീറി ഒട്ടിക്കുന്ന ഹെലൻ ഇങ്ങനെ ഒരു ഉടായ്പ സാധനം പ്രൊമോട്ടും ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തായാലും ബാക്കി ഹെലൻ പറ. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആകുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് റഫ് സൈഡ്. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് ഇതിന്റെ സ്മൂത്ത് സൈഡ്. ഇത് നമ്മുടെ സ്കിൻ നല്ല നറിഷ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയമും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സോപ്പിന്റെ ഫ്രേഗ്രൻസ് ഒരു രക്ഷയുമില്ല. നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഈ ഒരു സ്മെല്ല് നിങ്ങളെ മേത്ത് തന്നെ ഇങ്ങനെ കിടക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. എടേ ഇപ്പൊ എന്റെ സ്കിന്ന് കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ലൈറ്റും ഉണ്ട് മുഖത്ത് വെച്ചപ്പം ബ്രൈറ്റ് ആയില്ലേ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് വിട്. അത് ഇനിയിപ്പം പറഞ്ഞ് ഇനിയിപ്പം പറ്റിക്കണ്ട, ഉള്ള കാര്യം പറയല്ല, പറ്റിക്കണ്ട. അത് കണ്ട വെളിച്ചം കൂടിയില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം എനിക്ക് ഗറ് സോപ്പൊന്നും വേണ്ട, റിംഗ് ലൈറ്റ് പിടിച്ചിട്ട് മുഖത്തോടെ അടുപ്പിച്ചാൽ മതി, ബ്രൈറ്റ് ആവും. സത്യം. അതുകൊണ്ട് അത് ആന കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് ഹെലൻ ചെയ്തത് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറ്റ്ലീസ്റ്റ് നിനക്ക് ചെക്ക് ചെയ്യാമായിരുന്നു ഈ കമന്റ് ബോക്സുകളും അല്ലാതെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ. ഒരുപാട് റിവ്യൂസ് ഉണ്ട് പ്രത്യേകിച്ച്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമായിരുന്നു. ചിലപ്പം അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടിക്കാണും. 1 ലക്ഷമോ 25,000 50,000 75,000 എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. എനിക്കറിയത്തില്ല എത്ര രൂപയാണ് ഇതിനൊക്കെ കിട്ടുന്നതിന്. ഇവിടെ എനിക്ക് 1 ലക്ഷം രൂപ പറഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഏതെന്നറിയാമോ? ഗാംബ്ലിങ്. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല. എന്തിന്? അതിനാണ് ഒടുക്കത്തെ പൈസയും തരുവന്മാര്. നമുക്ക് വേണ്ടേ അങ്ങനെ നമ്മുടെ ഓഡിയൻസിനെ പറ്റിച്ചും കൊണ്ട് നമുക്ക് 5 പൈസ വേണ്ട. അതാണ് അതിൻ്റെ ഒരു ശരി. നമുക്കല്ലാതെ കിട്ടുന്നില്ലേടേ. ഞാനൊക്കെ ഒരു സമയത്ത് 5 പൈസയില്ലാതെ നടന്ന സമയമുണ്ട്. 5 പൈസയില്ലാതെ നടന്ന സമയം ഒരുപാട്. അതൊക്കെ ചരിത്രങ്ങൾ. ഓക്കെ, പക്ഷെ ഇന്ന് ദിവസം കഴിച്ചെന്തെങ്കിലും പൈസ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് ആക്രാന്തമൊന്നുമില്ല. കാജ് വേണം, ജീവിക്കാൻ കാജ് വേണം, ഇല്ലെന്നൊന്നും പറയില്ല. ആരും കൊണ്ട് തരത്തുമില്ല. പക്ഷെ നമ്മളെ വിശ്വസിച്ച് കാണുന്ന ആൾക്കാരെ നമ്മൾ പറ്റിക്കാതിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹെലനെ, ഈ ഒരു സോപ്പിന്റെ ടെക്സ്ചർ എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിന്റെ എക്സ്ഫോളിയേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിലുള്ള വിട്ടുമാറാത്ത ടാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് 21 മുതൽ 25 ദിവസം വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ആ മാജിക് മനസ്സിലാവും. താങ്ക് യു ലേറ്റർ. ഓക്കെ, ശരി, നമുക്ക് മാജിക് കാണാം. മാജിക് കാണിച്ച് ഞാൻ ഹെലന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹെലന്റെ അടുത്ത് മാത്രമല്ല, ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവര് പറയുന്നുണ്ട് ആടിന്റെ പാല്, ഗോട്ട് മിൽക്ക്, അതൊരു ഹൈലൈറ്റ് സാധനമാണ്. ഉറപ്പുണ്ടോ ഇവർ ആട്ടിന്റെ പാലാണ് അതിൽ ചേർത്തതെന്ന് ഈ പ്രൊമോഷൻ ചെയ്ത ആൾക്കാർക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ചേർത്ത് കാണാം. പക്ഷേ അത് ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ അവന്മാർ പറയുന്ന സ്ക്രിപ്റ്റ് അതുപോലെ എടുത്ത് വെച്ച് വായിച്ചും കൊണ്ട് എന്ന് പറയരുത്. മോശമാ. ഇവിടെ ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് കാണുന്ന ആ ഒരു വിശ്വാസം നമ്മൾ കളയരുതേ. ഉള്ള കാര്യം പറയാം. എന്തിന്? മോശം. ഇനി അടുത്ത നമ്മുടെ ഗ്രാമി ഗംഗ കല്യാണം കഴിഞ്ഞ ശേഷം ഇവർക്ക് അഹങ്കാരം കൂടിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പൂരത്തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളുടെ ഈ വീഡിയോ, പുതിയ വീഡിയോ, നല്ല വീഡിയോ, അടുത്ത വീഡിയോ. വാ. ഹലോ ഗൈസ്, എൻഗേജ്മെന്റിന്റെ ഓട്ടത്തിലും തിരക്കിലും ഒക്കെ നല്ല രീതിക്ക് ബോഡിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് എനിക്ക് ഒരുപാട് ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര കെമിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്യണ ബോഡി വാഷസ് ഒന്നും വേണ്ട. വളരെ ജെന്റിലി എന്റെ സ്കിന്നിന്റെ ടാൻ ലെയർ മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്ന ഒരു ബോഡി വാഷാണ് ഞാൻ തപ്പി നടന്നത്. ഫൈനലി ദ ബോഡി വാഷ് ഈ ഒരു ഗാർഡ് സോപ്പിന്റെ മാജിക് ബോഡി വാഷാണ്. ഇവന്മാരിപ്പോ ഈ ബോഡി വാഷ് ഇറക്കി, ഇവന്മാര് സകലമാന സാധനങ്ങളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടായ്പോട് തന്നെ. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ബോഡി ലോഷൻ, ഇനി കക്കൂസി പോയിട്ട് കുണ്ടി കഴുകണ സാധനം ഇറക്കും, അതെല്ലാം ഇറക്കും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ പറ്റിക്കപ്പെടാൻ ഇവിടെ കിടക്കുന്നിടത്തോളം കാലം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ സാധനം ഇറക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഇതിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്നത് എന്തിനാടാ നീ വാങ്ങിച്ച് തേച്ചോ എന്നടക്കം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അല്ലേ? ആണ്, ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് വാങ്ങി തേച്ച ഒരുപാട് പൈസ വാങ്ങാതെ റിവ്യൂ ചെയ്ത ഒരുപാട് പേരുടെ റിവ്യൂ യൂട്യൂബിൽ തന്നെ ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ കിട്ടി. പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ റിവ്യൂ ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു മാറ്റവും ഇല്ല. എന്നാ ഇരുന്നതിനേക്കാളും ഗതിയിട്ടെങ്കിലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് പേര്. പക്ഷെ ഇതൊക്കെ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഇവരെ പോലെയുള്ള ബ്യൂട്ടി വ്ളോഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ സോഫ്റ്റ് കോൾഡ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കുറെ പേരുണ്ട്. ഇൻഫ്ലുവൻസർ ഒന്നും അല്ല ഇവരൊന്നും, ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സേ അല്ല. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന, ഈ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഇവരൊന്നും ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് അല്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന കുറെ ആൾക്കാർ. അത് മാത്രമേ എനിക്കിതിൽ പറയാനായിട്ടുള്ളൂ.
അപ്പൊ ഗ്ലാമിക്കൊക്കെ പറഞ്ഞോട്ടെ, ബോഡി ലോഷനൊക്കെ ഇട്ടാണല്ലോ വരവ്. ആക്ച്വലി ഗൈസ് വിത്തിൻ വീക്സ് നമുക്ക് വിസിബിളി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും ആൻഡ് ടാൻ നല്ല രീതിക്ക് മാറി നമുക്ക് വിസിബിളി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ ഏറ്റവും എനിക്ക് ബെസ്റ്റ് പാർട്ടായിട്ട് ഫീൽ ചെയ്ത് എന്താണെന്ന് അറിയൂ, ഇത് വളരെ ജെന്റിൽ ആയിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്കൊരു ഹാർഷ് ഫീലോ സ്കിൻ ഇറിറ്റേറ്റ് ആവത്തോ അങ്ങനെ ഒന്നുമില്ല. ആ നല്ലതാ, സ്കിൻ ഇറിറ്റേറ്റ് ആവത്തില്ല, ഒന്നുമില്ല, എല്ലാം പക്ക 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 കറക്റ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ നമ്മുടെ ഗ്ലാമിങ് പറഞ്ഞു വെക്കുന്നത്. ഇത് നീ ഉറപ്പായിട്ട് ടെസ്റ്റ് ചെയ്ത കാര്യമാണ് ഗ്ലാമി. ഞാൻ വേറൊന്നും കൊണ്ടല്ല ചോദിക്കുന്നത്. മൈ കല്യാണി സാമാനങ്ങൾ ഓരോന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് സ്കിന്നിന് എന്തോ പറ്റി ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, ആരും അറിയാണ്ട്. എന്നിട്ട് അറിയാണ്ട് തന്നെ ഹോസ്പിറ്റലിനെതിരെ ക്ലിനിക്കിനെതിരെ എടുത്ത് വീഡിയോ ഇട്ട്, പേരും പറയാതെ വീഡിയോ ഇട്ട് അവസാനം അത് കണ്ടുപിടിച്ച് അവിടെ വിളിച്ചപ്പം എല്ലാം എന്നാ പിടി അമ്മച്ചിയുടെ മാവുങ്കലോ എന്നുള്ള അവസ്ഥയായി. അവിടെ സ്കിന്നിന് പ്രശ്നം പറ്റി ട്രീറ്റ്മെന്റിന് വന്നതായിരുന്നു. അപ്പൊ ഇവളുമാർ ഇതുപോലത്തെ സാധനങ്ങൾ വാരി തേച്ചും കൊണ്ട് പ്രശ്നങ്ങൾ വരും, അവളുമാർ ട്രീറ്റ്മെന്റ് എടുക്കും. ഇവളുമാരെ വിശ്വസിച്ച് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന പാവപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും? പ്രത്യേകിച്ച് സ്ത്രീകൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇതുപോലെ പോവോ? 10,000, 20,000, 30,000, 40,000, 50,000, 1,00,000 ഒക്കെ മുടക്കി ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകും? ഇല്ല. അതാണ് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൂടുതലായിട്ട് എനിക്ക് ഈ കേസിലൊന്നും പറയാനില്ല. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നെ ഭയങ്കര ജെന്റിലി എക്സ്ഫോളിയേറ്റ് ചെയ്യും. ആൻഡ് ഇതിനകത്ത് നയസിനമൈഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ ടോൺ ആണ്, ടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വാൾനട്ട് ഷെൽ പൗഡർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ജെന്റിലി ഫിസിക്കൽ ആയിട്ട് നമുക്ക് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഗൈസ് ഇതിന്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ലൈക്ക് ജെന്റിൽ ടെക്സ്ചർ ആണ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് ഈ ഒരു ബോഡി വാഷ് ഇട്ട് ദേഹമൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ ഒരു ഗ്ലോയും നമുക്ക് ഉണ്ടാവുന്ന ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല്ല് ഗൈസ്. ഇതിന്റെ സ്മെല്ല് എങ്ങനെ ഭയങ്കര സാഫ്രോൺ വൈബ്സ് ആണ്. ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള മണമാണല്ല, ഭയങ്കര ആഷ് പുഷ് മണമൊന്നുമില്ല, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇത് സൾഫേറ്റ് ഫ്രീ ആണ് ആൻഡ് ഓൾസോ പാരബൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്ത് ഗ്ലോയിങ് ചാണ്ട് മാറിയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് സ്കിൻ ടോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോഡി വാഷ് ട്രൈ ചെയ്ത് നോക്കാം. ചെക്ക് ഇറ്റ് ഔട്ട്. ഇവള് പറയുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ തിന്നുള്ള സാധനം നമ്മതിലല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചവച്ചരച്ച് പതുക്കെ നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആൻഡ് വാഷ് ഷിഷി എന്നുള്ള രീതിയിൽ തിന്ന എന്ന് പറയുന്ന പോലെയാണ് ഇവളുടെ പറച്ചില്. എന്തോന്നട ഇതൊക്കെ? ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാമോ? തീർന്നില്ല, ഒരുപാട് പേരുണ്ട്, ഒരുപാട് സെലിബ്രിറ്റി നമ്മുടെ ലൊട്ടിലൊടുക്ക ടീം മുതൽ ഹൈ ക്ലാസ് ടീം വരെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അമ്മാതിരി പൈസ ഈ ഗറുകാരന്മാർ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പൊട്ടിച്ചാല് വാരാൻ പറ്റത്തുള്ളൂ, നാട്ടുകാരെ പറ്റിച്ചാലും വാരാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കോ, സകലമാന സൂപ്പർ മാർക്കറ്റുകളിലും അവിടെ ഇവിടെ എല്ലാം ഈ സാധനം വരും. കാരണം ആൾക്കാരുടെ മനസ്സിൽ ഈ സാധനം ഓൾറെഡി കയറി കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഒരിക്കലെങ്കിലും വാങ്ങിച്ച് തേച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങി തേക്കുന്ന ഒരുപാട് പേര് ഈ ചുറ്റുവട്ടത്തിൽ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ കാണും. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ വാങ്ങിച്ച് തേച്ച് നോക്കാം. ഇവരൊക്കെ ഇത്രയും പറയുന്നില്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പാ. ഇനി അടുത്ത് മീനാക്ഷി കുട്ടി പറയുന്നത് കാണാം. അങ്ങനെ കുറെ അനാവശ്യമായിട്ടുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി പൈസയൊക്കെ വേസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ സ്കിന്നും ഡാമേജ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ 200 rupeesന്റെ ആയുർവേദിക് സോപ്പ് കണ്ടത്. ഈ ഘർ സോപ്പ് ഒരു മാജിക്കൽ സോപ്പാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും ഫേമസ് ആവാൻ ചാൻസ് ഉള്ള ഒരു സോപ്പാണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ ഫ്രാഗ്രൻസ് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ പെർഫ്യൂംസിനെ വരെ ഔട്ട്ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ്. വേറൊരു കാര്യം അറിയാം, ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ആഡ് ഓൺ ആയിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സാൻഡൽവുഡ്, സാഫ്രോൺ, ഗോട്ട് മിൽക്ക് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഗ്ലോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഘർ സോപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2 സൈഡ്സ് ഉണ്ട്. ഒന്ന് ഒരു റഫ് ആയിട്ടുള്ള സൈഡാണ്, അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, ലൈക്ക് ഒരു സ്ക്രബിംഗ് പോലെ. രണ്ടാമത്തെ സൈഡ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഘർ സോപ്പ് റെക്കമെൻഡ് ചെയ്യും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ റിസൾട്ട് കാണാൻ പറ്റും. വാരി തിന്ന് നീക്ക് എല്ലാം കൂടി വളഞ്ഞിരുന്ന് വാരി തിന്ന്, അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ, ഗോട്ട് മിൽക്ക്, സാൻഡൽ, മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സോപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നീയൊക്കെ പോയി നിന്നാ എല്ലാവരും ഒന്നങ്ങ് തള്ളുവാണ്. ആട്ടുംപാല്, പശുവും പാല്, കഴുതപ്പാല്, കുതിരപ്പാല്, എന്തുവാ ഇത് പറയുന്നതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മെഷീനിൽ നോക്കിക്കൊണ്ടിരുന്നു. ആട്ടുംപാല്, ഇത് ആടിനെ നേരെ പാല് കറന്നുകൊണ്ട് വന്ന് ഇതാ കൊണ്ടൊഴിച്ച് ഇതാ സോപ്പ്. വാഴ്ക്കൈ പോകുതേ പോയി എങ്ങോട്ട് പോകുതേ. അടുത്ത് നമ്മുടെ പൊണ്ണൂസ് കുട്ടിയുണ്ട്, മള്ളു സുജിൻ. പൊണ്ണൂസ് കുട്ടി എല്ലാരും കയ്യിലും മുഖത്തും ഒക്കെ തേച്ചപ്പോ നമ്മുടെ പൊന്നൂസ് കാലി തേച്ച് കാണാം. അയ്യോ പൊന്നൂസ് പോയോ? പോവാതെ ഫേസിലും ബോഡിയിലും ടാൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാം.
പക്ഷെ ഈ സമ്മർ സീസണിൽ നമ്മുടെ ഫീറ്റിലെ സ്ലിപ്പർ മാർക്സോ എന്റെ കാലിൽ കഴിഞ്ഞ റെഡ്യൂസ് ചെയ്ത് വെറും 50 ഡേയ്സ് ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് വൈറൽ നാച്ചുറൽ സോപ്പ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ ടാൻ റെഡ്യൂസ് ആവാൻ മാത്രമല്ല നമ്മുടെ കാലിൽ ഫ്രഷ് ഫീലിംഗ് കൂടിയാണ് കിട്ടുന്നത്. നിങ്ങൾ എല്ലാവരും തിന്ന്, അതാണ് നല്ലത്. അകത്തും കൂടി ഒന്ന് ക്ലീൻ ആവട്ടല്ല, കൈയും കാലും ഒക്കെ ക്ലീൻ ആക്കിയ സ്ഥിതിക്ക് അകവും കൂടി ഒന്ന് ക്ലീൻ ആവട്ടെ. ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് തിന്നാൻ കൊതി തോന്നാണ്. ഗറ് കൊള്ളാല്ലേ. ഇവരൊക്കെ പറയുന്നത് സ്മൂത്ത്, സോഫ്റ്റ്, സ്പൈസി, ജ്യൂസി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തിന്നാൻ തോന്നണേ ഗറ്. എന്തായാലും എല്ലാവരും കയ്യിലും മൊത്തം തേച്ചപ്പോൾ നമ്മുടെ പന്നൂസ് കാലി തേച്ച്. വെറൈറ്റി പ്രൊമോഷൻ. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഈ സോപ്പില് സാൻഡൽവുഡ്, സാഫ്രോൺ, ഗോട്ട് മിൽക്ക് പോലുള്ള പ്യൂർ ആൻഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അത് നമ്മുടെ സ്കിന്നെ ഗ്ലോ ആക്കാനും സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ സോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 സൈഡാണുള്ളത്. ഒന്ന് ഹാർഡ് സൈഡ് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും, മറ്റേ സോഫ്റ്റ് സൈഡ് നമ്മുടെ സ്കിന്നെ മോയിസ്ചറൈസ് ചെയ്യാനും. ഈ സോപ്പ് ഒരിക്കലും നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്ത് നോക്കൂ. വിസിബിൾ ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവര് ലിങ്ക് ഒന്ന് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. ആട്ടുംപാല്, മറ്റേ സാൻഡല്, അത് മറ്റേ ഇതല്ലേ കുങ്കുമം എന്ന് പറയാ, എന്ത് തേങ്ങ, ചന്ദനം, എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെയാണ് എല്ലാവരും കാണാൻ പാടെ ഒരുപോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ആട്ടുംപാല്. അത് വെറൈറ്റി ആണ് കേട്ടോ. പശുവും പാല് ചേർത്ത് എല്ലാവരും അടുത്ത് ഇനി ആട്ടുംപാലോ ഒന്ന് ട്രൈ ചെയ്യാം. അയ്യോ എണ്ണ പണി വെച്ചവർക്ക് ഇതൊക്കെ കേൾക്കേണ്ട ഗതി നമുക്ക് വന്നല്ലോ. വീട്ടിൽ നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾക്ക് ആട്ടുംപാലിലുള്ള പ്രോഡക്റ്റ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു ആട് വാങ്ങി കെട്ടുക, പാല് കറക്കുക, കുടിക്കുക. സബാഷ്, പ്രശ്നം തീർന്നില്ലേ. ഇനി ഇതിന്റെ ജെനുവിൻ റിവ്യൂ, പൈസ വാങ്ങാതെ 2 പാവപ്പെട്ട പയ്യന്മാർ ചെയ്തിട്ടുള്ള റിവ്യൂ നമുക്കൊന്ന് കാണാനേ. അല്ലാണ്ട് പൈസ വാങ്ങിയിട്ട് ആട്ടുംപാൽ, പശുവും പാൽ, കഴുതപ്പാൽ എന്ന് കടന്ന് വിളിക്കുന്ന ടീംസ് അല്ലാണ്ട് പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ള പയ്യന്മാര് യവന്മാർക്ക് വാങ്ങിച്ച് തേച്ചും കൊണ്ട് മൂഞ്ചിയ അവസ്ഥ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ചങ്ങാതിമാരെ, ഇതാണ് പറിസോപ്പ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടുവരുന്നുണ്ടോ, ഭയങ്കര വൈറൽ സാധനമാണ്. ഇതിന്റെ പേര് ഗർസോപ്പ് എന്നാണ്. ശരിക്കും ഗർസോപ്പല്ല, പറിസോപ്പാണ്. കാരണം നമ്മൾ ഉപയോഗിച്ചിടത്തോളം 10 ദിവസങ്ങളിലൊക്കെ എന്താ പറയാ, ചില ആൾക്കാർ പറയും, കമ്പനികൾ പറയണത് 20 ദിവസത്തിലൊക്കെ ടാൻ റിമൂവ് ആകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 10-15 ദിവസമായി. 15 ദിവസമായിട്ടും നമുക്കൊരു റിസൾട്ടും ഇല്ല. ഒരു 10% കൂടി ഇതിൽ റിസൾട്ടേ ഇല്ല ഈ സോപ്പിൽ. ഇത് മെയിനായി പറഞ്ഞ ചില ഇൻഫ്ലുവൻസർ പറയും 3 ദിവസം 7 ദിവസത്തിനുള്ളൊക്കെ ടാനൊക്കെ റിമൂവ് ആയി ഇതാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇതും കാഴ്ച വെക്കുന്നില്ല. ഇതെന്താ മാജിക് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ദിവസത്തിൽ നമ്മുടെ സോപ്പ് കഴിയാറാകുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഇതും ഇതിൽ വരുന്നില്ല. ഇതിന്റെ മാജിക് മെയിനാണ് സോപ്പ് കഴിയും. പിന്നെ മെയിനായിട്ട് ഇത് കുറച്ച് നല്ല ഹൈപ്പ് വെച്ച് പറയുന്നുണ്ട്. ഇതിന്റെ മണം പറഞ്ഞാൽ വേറെ പെർഫ്യൂമും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇത് ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പെർഫ്യൂം വേണ്ട, നമുക്ക് ചിലപ്പോൾ കടി തിന്നാൻ തോന്നും. അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പൊക്കിയടിക്കേണ്ട കാര്യം ഒന്നുമില്ല. നമ്മൾ ബാത്റൂമിൽ ജസ്റ്റ് ഒരു ചന്ദനത്തിൽ കത്തിച്ച് വെച്ച ഫീൽ, അതല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ തോന്നുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇതിനെപ്പറ്റി പറയുക വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും പോയി ചാടരുത്, ഇമ്മാരും അബദ്ധത്തിൽ പോയി ചാടരുത്. ഇത് ഓൺലൈൻ പേയ്മെന്റ് വഴിയാണെങ്കിൽ നമ്മൾ 200 കൊടുക്കണം. അതല്ലാണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 249, 50, 250 എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്താ നോക്കി കണ്ടും ചെയ്യുക. നേരെ അപ്പൊ നമ്മൾ അയൺ സ്മോക്കിന്റെ റംസാനെയൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ് സംഭവം. ഗർസോപ്പ് കേട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുള്ള ബേസിൽ എടുത്ത് നോക്കിയതാണ് സംഭവം. ഒരു ഗുണവുമില്ല, ഗർസോപ്പല്ല, തനി പറിസോപ്പാണ്. തേച്ച് കഴിഞ്ഞാൽ ടാനും പോവില്ല, കോസും പോവില്ല, അങ്ങനെ ഉണ്ടാവും, കൈ അങ്ങനെ ഉണ്ടാവും. 240 രൂപ എന്തായാലും പോകും. അപ്പൊ നിങ്ങൾ മേടിക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ പൈസ പോകുന്നുള്ളൂ, ഒരു ഗുണവുമില്ല. കമ്പനി പൈസ കൊടുക്കുന്നതിന് ഇൻഫ്ലുവൻസർമാരെ നല്ല പണിയെടുക്കുന്നുണ്ട്. അവന്മാരുടെ കണ്ടുപോയി വാങ്ങാൻ നിന്നാൽ നമ്മളും വേണം, നമ്മുടെ പൈസയും പോകും. അവന്മാർ ചെയ്യുന്ന ചതിയാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഒരു എന്താ പറയാ, നമ്മളെപ്പോൾ അവര് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മള് ടെസ്റ്റ് ചെയ്യാന്നുള്ള ബേസിലാണ് എടുത്തത്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ ടെസ്റ്ററായി, പണവും പോയി, അവർക്ക് നല്ല പണവും കിട്ടുന്നുണ്ട് ഇൻഫ്ലുവൻസർമാർക്ക്. ഈ അരുൺ സ്മോക്കി ഒന്നും ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അരുൺ സ്മോക്കി, റംസാൻ, പിന്നെ ഷാരിഖ്, ഇവരൊക്കെ അരുൺ സ്മോക്കി നമ്മൾ ഒരുപാട് വിശ്വാസമാണ്. ഓരോരുത്തരെ ഓരോന്നാ പറയുന്നത്. ഒരാൾ 7 ദിവസം പറയുന്നുണ്ട്, ഒരാൾ 15 ദിവസം പറയുന്നുണ്ട്, ഒരാൾ 20 ദിവസം പറയുന്നുണ്ട്, 3 ദിവസമൊക്കെ പറയുന്നുണ്ട്. 3 ദിവസം. അതന്നെ, ഇതിൽ ഏതാണ് ഉറപ്പൊന്നും അവർക്കേ ഇല്ല. 1-2 പേരിൽ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെ പേര് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ ആരും പോയി പെടരുത്, ഇത് എടുക്കാനും നിൽക്കരുത്. ഒക്കെ നമ്മൾ കമന്റ് ഒക്കെ കുറെ കാണുന്നുണ്ട്, ലിങ്ക് വേട്ട് ഇട്ട് കഴിഞ്ഞാൽ പണം പോകുന്നില്ലാണ്ട് ഒരു ഗുണമില്ല. അതന്നെ, ഇവന്റെ ഏതെങ്കിലും ബോട്ട് അക്കൗണ്ടിൽ ഇവർ തന്നെ അയക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ നിങ്ങളും പോയി പെടണ്ട. നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുള്ള ബേസിൽ എടുത്താണ്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, ബാക്കിയുള്ളവരുടെ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ആരും എടുക്കാതിരിക്കുക, നമുക്ക് അത്രേ പറയുള്ളൂ. അപ്പൊ ശരി, ആരും പോയി അബദ്ധത്തിൽ പോയി ചാടരുത്. ബാക്കിയുള്ളതെല്ലാം പൈസയ്ക്ക് വേണ്ടി കിടന്ന് കണവണ പരിപാടി കാണിക്കുമ്പോൾ ഹെലൻ ഇത് കാണിച്ചത് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് എന്തോ പോലെ തോന്നി. എന്തുവാ ഇവളിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓക്കെ, ഇമാതിരി തൊട്ടി സാധനങ്ങൾ വാങ്ങല്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല, കുറെ കൺട്രാവളുകൾ എല്ലാം കൂടി ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ശരി.
അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാർ ഇവരുടെയൊക്കെ സപ്പോർട്ടേഴ്സ് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 250 രൂപ മുടക്കിയ പോട്ട് 200 രൂപ മുടക്കിയ എത്രയോ പേര് അതുപോലെ മുടക്കി ട്രൈ അടിച്ച് അവർ കോടികൾ ഉണ്ടായി കാണും. അതിൽ നിന്ന് കുറച്ചെടുത്ത് പ്രൊമോഷനും കൊടുക്കും. എന്നാ ലാഭം എന്നിട്ട് പറയണത് ആട്ടും പാല് ഇനി മറ്റേ കാട്ടിപ്പോയിട്ട് മയിലിനെ പിടിച്ച് മയിലെണ്ണ എടുത്തെന്നും വേണമെങ്കിൽ മാരെ പറയും. അത് കേസാവും, അല്ലെങ്കിൽ അതും അവന്മാർ പറഞ്ഞാണ്. പിന്നെ ചിലപ്പം ഓടിക്കൊണ്ടിരുന്ന മാനിൻ്റെ ഇന്ന് പാല് കറന്ന്, ഓടിക്കൊണ്ടിരുന്ന കടുവേരുന്ന പാല് കറന്ന് എന്നൊക്കെ പറയും, പലതും പറയും. എത്ര രൂപ കിട്ടൂടെ? ആരെങ്കിലും ഒന്ന് പറയട്ടെ, ഇത് പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് ടോപ്പായിട്ട് എത്ര രൂപ കിട്ടും? നാളെ എനിക്ക് വല്ല തന്നാൽ ഞാനും പ്രൊമോഷൻ ചെയ്യാം. അതുകൊണ്ട് പറഞ്ഞു എന്തിന് ഞാൻ വെറുതെ ഇരിക്കണം, നാട്ടുകാരെ പറ്റിക്കിട്ട് ഞാനും. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.